പറയാൻ ഒരുപാടുണ്ട്. ഇനി നമ്മൾ കാണും. അപ്പൊ ആ കാണുന്നതിനിടയിൽ എന്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ സ്മിത ചേച്ചിനെ വിളിക്കുകയാണ്. നമുക്ക് സ്മിത ചേച്ചിന്റെ എന്താണ് ആസ്ട്രോളജിയിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണോ, എന്തൊക്കെയാണ് പറയാനുള്ളത്, അത് നമുക്ക് കേൾക്കാം. നമസ്കാരം. എന്റെ പേര് സ്മിത സജീഷ്. നേരത്തെ പറഞ്ഞല്ലോ, മിത്രാത്മജൻ സാറിന്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പോഴും മിത്രാത്മജൻ സാറിന്റെ ക്ലാസ്സുകൾ ഇപ്പോഴും തുടർന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളമായി. എന്നാലും മിത്രഞ്ചിയുടെ ക്ലാസ്സുകൾ കാണുന്നത് അദ്ദേഹമായിട്ട് നല്ല കണക്ഷൻ വരുത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഞാന് ആസ്ട്രോളജി പഠിച്ച് കുറച്ച് പേരുടെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ജാതകം നോക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ ഞാനിത് പഠിക്കുന്നത് പറഞ്ഞിട്ട് കുറച്ചു പേര് എന്റെ അടുത്ത് വന്ന് നമ്മുടെ സാറിന്റെ റൂള് വെച്ചിട്ട് നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം പക്ക ശരിയായിരുന്നു. പറഞ്ഞു കൊടുത്ത എല്ലാം ശരിയായിരുന്നു. അപ്പൊ ഒരുപാട് പേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മളെ സലിംകുമാർ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് വട്ടായതാണോ അതെനിക്ക് കാരണം എന്റെ കിളി പോയിട്ടുണ്ട്. അവര് ശരിയാന്ന് പറയുമ്പോ ഇത് വർക്കാവുണ്ടല്ലോ. അപ്പോ അത്രയും പെർഫെക്റ്റ് ആണ് നമ്മുടെ മിത്രാത്മൻ സാറിന്റെ ക്ലാസ്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് എക്സ്പീരിയൻസ് ഇപ്പൊ കുറച്ചു പേരുടെയൊക്കെ എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ് ആദ്യമായിട്ട് നോക്കാൻ വന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ജാതകം കൊണ്ട് വന്നപ്പം അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നല്ല, ചുമ്മാ ഇത് ശരിയാവുണ്ടോ ഇല്ലയോ പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പുള്ളിയോട് പറഞ്ഞു, അങ്കിളിന്റെ എന്തോ ഞരമ്പിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇടയ്ക്ക് തലയിറക്കം പോയിട്ട് വരാറുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ലോ അനുസരിച്ച് നോക്കുമ്പോ അദ്ദേഹത്തിന് കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് സാധാരണ കാര്യം ചെയ്യേ, അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഒന്ന് താഴെ ചെക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് പറഞ്ഞു. അപ്പൊ ഇല്ല മോളെ, എനിക്ക് ഈ വെർട്ടിഗോടെ ചെറിയ ചെറിയ പ്രശ്നമുണ്ട്, വേറെ പ്രശ്നമില്ല, ഞാൻ ഹോമിയോ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് ആയിക്കോട്ടെ, ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര പെട്ടെന്ന് ചെക്കപ്പ് നടന്നു. പുള്ളി ഹോസ്പിറ്റലിൽ പോയി. അന്ന് തന്നെ പുള്ളിയെ ഹോസ്പിറ്റലിൽ വിളിച്ചു കിടത്തി. ബ്രെയിനിൽ 2 ബ്ലോക്ക്. ആ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് ആയി പോയത്. അതെനിക്കും ഒരു അത്ഭുതമായിരുന്നു. ഇതെങ്ങനെ ഞാൻ പറഞ്ഞു. അതാണ് മിത്രഞ്ചിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ എന്റെ മകള് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്, കഴിഞ്ഞു. അപ്പൊ അവളുടെ ഒരു ഫ്രണ്ട്, ഒരു ചെറുക്കൻ, അവൻ പറഞ്ഞു, അപ്പൊ ഇവിടെ പറഞ്ഞു എന്റെ അമ്മ ജാതകമൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഓ പിന്നെ ഈ കാലത്ത് ജാതകം നോക്കുന്നു എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്റെ അമ്മേനെ. അവൻ ഫീസൊക്കെ തന്നു വന്നു. ഞാൻ അവന്റെ ജാതകം കൊടുത്തു നോക്കി, അവന്റെ കിളി ഏത് വഴിക്ക് പറഞ്ഞു അറിയുന്നില്ല. അവന്റെ പെങ്ങൾക്ക് ലവ് അഫെയർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടാണ് അവൻ അറിയുന്നത്. അവന്റെ അച്ഛന്റെ കാര്യവും അവന്റെ അമ്മയ്ക്ക് അബോർഷനായി പോയിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അവൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അറിഞ്ഞത്. എങ്ങനെ നമ്മുടെ തിയറി വെച്ച് നമ്മുടെ ഈ ലോ വെച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തതാ. അവൻ ഈ ജാതകം നോക്കിക്കഴിഞ്ഞിട്ട് അവന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചത്, അമ്മയ്ക്ക് ഇങ്ങനെ അബോർഷൻ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അവന്റെ അമ്മ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതും അവന്റെ കിളി പോയി ശരിക്കും. എന്നിട്ട് അവൻ എന്റെ മോളോട് പറയാണ്, ഞാൻ കുറച്ചു പേരെ കൊണ്ടുവരാം, അതിന്റെ ഫീസിന്റെ 10% അവന് കൊടുത്താൽ മതി. കാര്യം
പറയുന്നത് കറക്റ്റാണ്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് രസകരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ റൂള് കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഞാൻ ഒരു കണ്ടന്റ് പറയാൻ പറഞ്ഞല്ലോ മിത്രജി. അപ്പൊ ഞാൻ ഇടയ്ക്ക് ന്യൂമറോളജിയെ കുറിച്ചൊരു പുസ്തകം വായിക്കാൻ ചെറിയ ക്ലാസ് ഞാൻ കണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാനത് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ മിത്രജി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ ഭാഷ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പേഴ്സ് ആണ് ദൈവത്തിന്റെ ഭാഷ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ക്ലാസ്സില്? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്പേഴ്സിന് ഇതിൽ വലിയ ഒരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ന്യൂമറോളജി പ്രകാരം ഓരോ ഗ്രഹത്തിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതില് ഒന്നുമില്ല. നമുക്കറിയാലോ 9 ഗ്രഹങ്ങളുണ്ടല്ലോ. 7 ഗ്രഹങ്ങളും 2 മായാഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ഓരോ ഗ്രഹങ്ങളെയും റെപ്രസെന്റ് ചെയ്ത ഓരോ നമ്പേഴ്സ്. അതിൽ ഒന്നാമത്തെ നമ്പർ സൂര്യനെ റെപ്രസെന്റ് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്പർ ചന്ദ്രനെ റെപ്രസെന്റ് ചെയ്യുന്നു, 3 വ്യാഴത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ജൂപ്പിറ്റർ, 4 രാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്നു, 5 ബുധനെ റെപ്രസെന്റ് ചെയ്യുന്നു, 6 ശുക്രനെ റെപ്രസെന്റ് ചെയ്യുന്നു, 7 കേതു, 8 ശനി, 9 ചൊവ്വ. ഇങ്ങനെ 9 നമ്പേഴ്സ് 9 ഗ്രഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പൊ ഓരോരുത്തരുടെ നമ്മള് ജാതകം നോക്കുന്നത് എങ്ങനെയാ? ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചല്ലേ നോക്കുന്നത്. അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം. ആ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇപ്പൊ 1, 10, 28 ഇതെല്ലാം നമ്മൾ കൂട്ടി നോക്കുമ്പോ 1 തന്നെ. 10 ആകുമ്പോ 1 + 0 1, 2 + 8 10, 10 1 + 0 1 എല്ലാം കൂട്ടുമ്പോ 1 വരുന്നത്. ഇതെല്ലാം സൂര്യന്റെ എനർജിയാണ്. അപ്പൊ അവർക്ക് സൂര്യന്റെ ഒരു കാലഘട്ടങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തു എന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ നമ്മുടെ അച്ഛൻ, അമ്മ, അനിയത്തി അവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാണ് ഞാനിത് നോക്കിയത്. അപ്പൊ കറക്റ്റ് ആണ്. അതായത് 10ന്റെ അതായത് 1ന്റെ സൂര്യന്റെ എനർജിയുള്ള ആൾക്കാർക്ക് സൂര്യനെ പോലെ രാജാവിനെ പോലെ പെരുമാറും. അവര് ഫാമിലിയിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യും, ഫാമിലിയിലുള്ളവർ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കും, ഭയങ്കര സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സൂര്യന്റെ എനർജിയുള്ള ഒരാളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറും. അവര് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും. അപ്പൊ ഒരു ടീം ഇപ്പൊ നമുക്കറിയാലോ ഈ ഓരോ നമ്മുടെ ഈ ജോലി സംബന്ധമായിട്ട് ടീം വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ടീം വർക്ക് നടക്കുന്ന സമയത്ത് ഈ സൂര്യന്റെ എനർജി അത് ഡേറ്റ് ഓഫ് ബർത്തിലെ സൂര്യന്റെ എനർജിയുള്ള ആളെ ആ ടീം ലീഡർ ആക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ചന്ദ്രന്റെ എനർജി 2 ചന്ദ്രന്റെ എനർജി. ചന്ദ്രന്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വരുന്നത് 2, 20, 11 ഈ ബർത്ത് ഡേറ്റ് വരുന്ന ആൾക്കാരാണ് ചന്ദ്രന്റെ എനർജി ആയിട്ട് വരുന്നത്. അവർക്ക് ചന്ദ്രന്റെ സ്വഭാവ വിശേഷങ്ങൾ കാണും, അവർക്ക് മൂഡ് സ്വിങ്സ് കാണും. അല്ല, അത് കൂട്ടുന്ന വേറെ ഉണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത്. അതായത് ഫസ്റ്റ് ഡേറ്റ് ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് 10/10/2000 അങ്ങനെ ഇപ്പൊ ആദ്യത്തെ ഡേറ്റ് മാത്രം ഞാൻ എടുക്കാറുള്ളൂ. അല്ലല്ല, ഡേറ്റ് 2 അക്കല്ലേ ഉള്ളൂ. ആദ്യത്തെ ഡേറ്റ് ഞാൻ ആദ്യത്തെ ഡേറ്റ് മാത്രം എടുക്കാറുള്ളൂ. അല്ലാതെ ന്യൂമറോളജിയിൽ വേറെ വരാം. അതൊക്കെ പഠിക്കാൻ പോയാൽ ഞാനത് എടുക്കത്തുള്ളൂ. അത് അവർക്ക് ഏത് എനർജിയാണ് കൂടുതൽ അങ്ങനെ എടുക്കണ്ട. ഫസ്റ്റ് ഡേ അതായത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആദ്യത്തെ, അതായത് 10/12/1980 ഞാൻ 10 മാത്രം എടുക്കത്തുള്ളൂ. മറ്റത് ന്യൂമറോളജി അങ്ങേ തലത്തിൽ എത്തിയാൽ മാത്രം അതൊക്കെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് നോക്കിയത് ഓക്കെയാണ്. ഇപ്പൊ എല്ലാം ഇതിനെ കുറിച്ച് പറയാനുള്ള ടൈം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്മിത ചേച്ചി ഒരു സെക്കൻഡ്, സോറി, എന്നെ വെച്ചിട്ടൊന്നൊരു എക്സാമ്പിള് പറയാം.
ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? 1/4/1999. സൂര്യന്റെ എനർജി മിത്രൻജിക്ക് പറ്റിയ ആളാ. പക്ഷെ സാറിന് സൂര്യൻ നെഗറ്റീവ് അല്ലേ? അതങ്ങനെ അത് കുഴപ്പമില്ല. എങ്ങനെ സൂര്യന്റെ എനർജി എന്ന് പറയുമ്പോ എന്താ പറയാ മിത്രാത്മത്തിന്റെ സാറിന്റെ കൂടെ നിന്നാ മതി. സൂര്യൻ ഉദിച്ചോളും. മിത്രൻജിയുടെ കാര്യം പറയുമ്പോ 15 ഡേറ്റ് വരുന്നത്. 6 ശുക്രന്. അപ്പൊ മിത്രൻജി എന്ത് ചെയ്യണം? സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണം. അത് പറഞ്ഞോണ്ടിരിക്കും. സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണം. മിത്രൻജി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ശുക്രന്റെ എന്നുള്ളവര് അവർക്ക് പണം പ്രശസ്തി എല്ലാം ഇങ്ങോട്ട് ഒഴുകി വരും. പക്ഷെ അവരത് എന്താ പറയാ ആഡംബരങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. സാർവജനികല്ലേ ചെയ്യുന്നത്? അല്ലേ? ആഡംബരമില്ല. സാർ അതെല്ലാം ദാനം ചെയ്യുന്നു. പക്ഷെ അത് ഒഴുകിക്കൊണ്ട് എത്ര ദാനം ചെയ്യുന്നോ അത്രയ്ക്ക് ഒഴുകി വരും സാറിന്റെ ജീവിതത്തിലേക്ക്. അങ്ങനെ ഇത് ലൈറ്റായിട്ട് ഞാനത് ന്യൂമറോളജി ഞാൻ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ അത് അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവൻ പറഞ്ഞ തീരില്ല. അപ്പൊ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ അക്കങ്ങള് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു അത് അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരിപ്പോ തിയറി കൂടി ആഡ് ചെയ്തിട്ടില്ലേ പറയാ? കറക്റ്റ് ആവുമല്ലോ. ചേച്ചി ഫോൺ നമ്പറും പറഞ്ഞോ. അപ്പൊ അപ്പോയിന്റ്മെന്റ് വരും. ഇത് യൂട്യൂബിൽ വിടും. പറയണമെങ്കിൽ പറഞ്ഞോ. ഭർത്താവിന്റെ പറഞ്ഞോ, അല്ലെങ്കിൽ ആരെങ്കിലും മകന്റെ പറഞ്ഞോ, അല്ലെങ്കിൽ പറഞ്ഞോ. പറഞ്ഞോ, നമ്പർ പറഞ്ഞേക്ക്. അപ്പോയിന്റ്മെന്റ് വരും. എന്റെ നമ്പർ 8111932242 എന്നാണ്. ആർക്ക് വേണമെങ്കിലും വരാം. നമ്മള് അതിനുള്ള പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സാറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോ ഞാൻ മിത്രൻ സാർ പറഞ്ഞത് എക്സാമ്പിൾ വെച്ച് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. അപ്പൊ എന്റെ അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്റെ അച്ഛൻ സൂര്യന്റെ എനർജിയാ, എന്റെ ഹസ്ബൻഡ് സൂര്യന്റെ എനർജിയാ. ഇവരെ രണ്ടുപേരുടെ അടുത്തേക്ക് ഞാൻ സൊല്യൂഷൻ പോവാറുള്ളൂ. അത് കറക്റ്റ് നമുക്ക് സൊല്യൂഷൻ കിട്ടും. അതുപോലെ കേതുവിന്റെ എനർജി, എന്റെ മകള് മൂത്താള് കേതുവിന്റെ രാഹുവിന്റെ എനർജിയാണ്. രാഹു എന്ന് പറയുന്നത് നമ്മുടെ തീയതി പ്രകാരമുള്ള രാഹുവിനെ പറയണല്ലേ? രാഹു എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം, സ്പീഡാണ്, ഭയങ്കര എന്താ പറയാ പ്രാക്ടിക്കലാണ് രാഹു. നമുക്കറിയാം മറ്റേ രാഹു കേതു എങ്ങനെ ഉണ്ടായെന്ന് അറിയാലോ. ഏതാ അസുരന്റെ പേരെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നു, ഞാൻ മറന്നുപോയി. ഒരു അസുരനെ പെട്ടിട്ടല്ലേ രാഹു കേതു ആയത്? സുരബാണു. അപ്പൊ ഈ സുരബാണു എന്ന് പറഞ്ഞ അസുരൻ, പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ അമൃത് നമ്മുടെ മോഹിനി മോഷ്ടിച്ചു പോയല്ലോ. എന്നിട്ട് ദേവന്മാർക്ക് വിളമ്പുക. അമൃത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ സുരബാണു ദേവന്മാരുടെ വേഷം കെട്ടി അവിടെ ഇരുന്നു. ഓവർ കോൺഫിഡന്റ് ആയിട്ട് അവിടെ ഇരുന്നു. എന്നെ ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ച അവിടെ ഇരുന്നു. ഇത് സംഭവം വിളമ്പി പുള്ളി ഇത് കഴിച്ച് ഇവിടെ വരെ എത്തിയപ്പോ ആര് കണ്ടുപിടിച്ചു? സൂര്യനും ചന്ദ്രനും കണ്ടുപിടിച്ചു. വിഷ്ണു അവരുടെ അവിടെ ഇരിക്കുന്ന അസുരനെ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു ഭഗവാൻ മറ്റേ സുദർശന ചക്രം എറിഞ്ഞ് അപ്പോഴേക്കും അമൃത് ഇവിടെ എത്തി കട്ട് ചെയ്തു. ഇവിടെ വരെ ആൾക്ക് ബോധമുണ്ട്. രണ്ടായി, ഒന്ന് തലയായി, ഒന്ന് ദേഹമായി. അപ്പൊ ഈ രാഹുവിന്റെ എനർജിയുള്ള ആൾക്ക് അയാൾ ബ്രെയിനോണ്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ ആയിരിക്കും. എന്റെ മൂത്ത മോളവനാ, അവള് ബ്രെയിൻ ഉപയോഗിച്ച കാര്യങ്ങൾ നടത്തുള്ളൂ. ഓവർ കോൺഫിഡൻസ് അവൾ എവിടെയും കാണിക്കില്ല.
എടി എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ അത് ഞാൻ പൊട്ടും. പക്ഷെ മാർക്ക് വരുമ്പോ ഫുൾ മാർക്ക് അവൾക്കാം. അവള് എവിടെയും അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല കേട്ടോ. അവള് ഓവർ കോൺഫിഡൻസ് കാണിക്കാറില്ലേ? എവിടെ ഓവർ കോൺഫിഡൻസ് കാണിച്ചോ അവിടെ അവർക്ക് പണിയും കിട്ടും. ചെറുപ്പത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അവർ ഓട്ടമില്ല അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങനെയാണ് അത് പ്രകൃതി മാറ്റുന്നതാണ് അവരെ. നേരെ മറിച്ച് എന്റെ ഇളയ ആള് കേതുവാ. അവളെ ആൾക്കാർ പെട്ടെന്ന് പറ്റിക്കും. കാരണം അവള് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളാ. ഒരാള് വിഷമം പറഞ്ഞാൽ അതിങ്ങ് വിശ്വസിച്ച് അവർക്ക് വേണ്ടി എന്ത് ചെയ്യും. പക്ഷെ അവര് തിരിച്ചൊന്നും അവൾക്ക് വേണ്ടി ചെയ്യില്ല. ഇതവളെ മനസ്സിലാക്കൂല. ഇപ്പൊ മൂത്തോളം റെഡി നീ അങ്ങനെ ചെയ്യല്ലേ, ഇവള് ബ്രെയിനോണ്ടാണ് തിങ്ക് ചെയ്ത മൂത്താണ്. ഇളയാൾക്കത് മനസ്സിലാകത്തുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആസ്ട്രോളജി പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ 22 ഡേറ്റ് ഓഫ് ബർത്ത് 22. അപ്പൊ 2+2 4 അല്ലേ? 4 രാഹുവിന്റെ എനർജി. രണ്ടാമത്തെ ആളുടെ ബർത്ത്ഡേ ഡേറ്റ് 16 6+1 7 കേതുവിന്റെ ഇതാ. അപ്പൊ അവൾക്ക് ഹൃദയ വിശാലത കൂടുതൽ ഇളയാൾക്ക്. അവള് തെരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ എന്താണെന്ന് അറിയോ? ഒന്ന് ഗസ് ചെയ്യാവോ മിത്രൻജി? ജാതകം നോക്കി 10 10 സൂര്യനാണ്. അവളെ 10 സൂര്യനാ. മെഡിസിൻ ആവില്ല. ഒന്നല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അത് നോക്കണം. 10ാം അധിപതിയോ 10ാം അധിപതി ലഗ്നതാ ലഗ്നം പറഞ്ഞാൽ മതി. ലഗ്നം വൃശ്ചികത്തിലല്ലേ? ചൊവ്വ ചന്ദ്രൻ 10 ചന്ദ്രനല്ലേ വരാ? 10 അല്ല എനിക്ക് കള്ളി മതി. 10 ഏത് കള്ളി വരണേ? സൂര്യൻ്റെ കള്ളിയല്ലേ? അവിടെ സൂര്യൻ നിൽക്കുന്നുണ്ട്. ഡബിൾ സൂര്യൻ കർമ്മ. അപ്പോൾ ഡബിൾ സൂര്യൻ കർമ്മ സൂര്യന്റെ ഏത് നമ്മുടെ തീരുമാന സൂര്യന്റെ ഏതിലേക്കും പോവാം. പക്ഷെ സൂര്യന്റെ കള്ളിൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യൻ ശക്തി കൂടുതലാണല്ലോ, പവർ കൂടും. അപ്പൊ സൂര്യന്റെ പവർ മൂലം ഇവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിനെ ആ പ്രശ്നം കുറയ്ക്കുന്ന എന്തെങ്കിലും കാര്യത്തിലേക്ക് പോയാൽ മതി. നോക്കേണ്ടി വരുന്നു. ശനി എവിടെയാ നിൽക്കണേ? ശനി എവിടെയാ? ശനി സൂര്യന്റെ കൂടെ. എന്താണ് പറഞ്ഞത്? എന്ത് പോണെന്ന് പറഞ്ഞപ്പോ നഴ്സിംഗിന് പോവാം. നഴ്സിംഗിന് പോവാം. പക്ഷെ ഡോക്ടർ ആവാൻ ഡോക്ടർ അവർക്ക് ഇഷ്ടമല്ല. അവളോട് നീറ്റ് എഴുതാൻ പറഞ്ഞിട്ട് അവള് നീറ്റ് എഴുതുന്നില്ലെന്ന് പറയുന്നത്. നീറ്റ് എഴുതാനല്ല, നീറ്റ് എഴുതാൻ പഠിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് പോകുമ്പോ അവിടുത്തെ മാഷന്മാരെ ഇഷ്ടപ്പെടില്ല. അതാണ് നല്ല ട്രെയിനിങ്ങിന് പോയിട്ടില്ല. പക്ഷെ അവൾക്ക് അല്ല നഴ്സിംഗ് കഴിഞ്ഞിട്ട് അവൾക്ക് MSc നഴ്സിംഗ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ട്രെയിനിങ് അത് പോവാം. നല്ല കാര്യം, അത് പോവാം. അപ്പൊ കറക്റ്റാ. അപ്പൊ റൂട്ട് കറക്റ്റ്. ഇത് നിങ്ങൾ നിങ്ങളുടെ വരുന്ന കൺസൾട്ട് വരുന്നവരോ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ആ ചോദിച്ചു വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് കേടായി പോകും. അപ്പൊ ഇത്രയാണ് നമ്മുടെ തിയറി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് മക്കളെ. അപ്പൊ ഇത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പേര് സ്മിത സജീഷ്. എന്റെ നമ്പർ 8111932242. ഞാൻ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയണോ? യൂട്യൂബിലുണ്ട്, കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഞാൻ മിത്രഞ്ജിയുടെ കണ്ടന്റ് പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞു. ഇനി ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടരുത്. ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അടുത്ത പരിപാടിയിൽ കമന്റ് വരും. അടുത്ത പരിപാടിക്ക് വീണ്ടും വരാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പൊ നമ്പേഴ്സ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ദൈവത്തിന്റെ ഇടപെടൽ കണ്ടാലോ? കാണാം. മിത്രഞ്ജിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? ഡേറ്റ് ഡേ 6 1+5 6.
മേളിൽ നോക്ക് 3+3 3+3 ഇതാ പോയിട്ട് എത്രയാ 6 ദൈവത്തിന്റെ കൈയ്യിൽ അല്ല ഇത് നമ്മളടിച്ചല്ലോ. നമ്മളടിച്ചതല്ല. ഇപ്പൊ കുറച്ച് നേരത്തെ ഞാൻ കണ്ട് ചേച്ചി കറക്റ്റ് സമയത്ത് ഈ ക്ലാസ് എടുത്ത് അപ്പൊ ഞാൻ ഒന്നുകൂടെ നോക്കി ഇവിടെ ആരിക്കുന്നുണ്ടല്ലോ. അല്ല ഇത് പ്രിന്റുകാരെ അടിച്ചതാ, നമ്മളടിച്ചല്ല. നമ്മൾ ഡാറ്റ മാത്രം കൊടുത്തിട്ടുള്ളൂ ഫോട്ടോ. എനിക്കൊരു ഡൗട്ടാണ്. അപ്പൊ ഈ നമ്പർ എത്ര എനിക്ക് വലിയ പിടുത്തില്ല ജ്യോതിഷം. ഇവിടെ വന്ന് ഓരോരുത്തർ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ നമ്മൾ ഇടും. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയാം. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും.